കെയർ ബ്ലൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നൊരു സൂപ്പർ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. വീഡിയോ മുഴുവനായും കാണുക, എന്നാൽ മാത്രമേ ഞാൻ എന്തൊക്കെയാണ് കൊണ്ടുവന്നത് എന്ന് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ട്യൂബർ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ക്യാഷ് ഗൂഗിൾ പേ വഴിയാണ്. കൊറിയർ അയക്കുന്നത് DTDC സ്പീഡ് പോസ്റ്റ് വഴിയാണ്. നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അന്ന് നമ്മൾ നട്ട താമരയുടെ ട്യൂബർ എത്രമാത്രം വളർന്നു, അതിന്റെ പ്രോഗ്രസ് എത്രയാണെന്ന് നമുക്ക് കാണാം. ഇതാ ഇത്രയും വളർന്നു എൻ്റെ താമര. ഇനി ഇതിന് വളം കൊടുക്കേണ്ടതുണ്ട്. എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് നോക്കാം നമുക്ക്. NPK 19-19 കൊടുക്കേണ്ടത്. NPK 19-19 എന്നത് ഈ റോസ് നിറത്തിൽ കാണുന്ന വളമാണ്. ഇത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. N നൈട്രജൻ, P ഫോസ്ഫറസ്, K പൊട്ടാസ്യം. 19-19 എന്ന റേഷ്യോയിലാണ് ഇതുള്ളത്. ഇതൊരു ടീസ്പൂൺ എടുത്ത് ഒരു ന്യൂസ് പേപ്പറിൽ പൊതിഞ്ഞ് ടബിന്റെ നടുവിലായി മണ്ണിൽ താഴ്ത്തി വെച്ച് കൊടുക്കുകയാണ് വേണ്ടത്. താമരയുടെ വളർച്ചയ്ക്ക് NPK ആവശ്യമാണ്. അടുത്ത വീഡിയോയിൽ NPK കൊടുത്ത താമരയുടെ വളർച്ച ഞാൻ കാണിച്ചു തരാം. ഇത് D9 താമരയാണ്. T9 താമര റെഡ് കളറാണ്. അതിൻ്റെ സീഡ് പോഡാണ് അതിൻ്റെ ഭംഗി. നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടി. റെഡ് കളറിലുള്ള പൂവാണ്. ഇതിൻ്റെ ട്യൂബേഴ്സ് 200-നും 150-നുമാണ് ഉള്ളത്. റാണി റെഡിൻ്റെ പൂവാണിത്. റെഡിൻ്റെ റാണി തന്നെയാണ് റാണി റെഡ്. അത്രയും സൗന്ദര്യമാണ്. ചുവന്ന വലിയ പൂവാണ്. റാണി റെഡിൻ്റെ ഒരു ട്യൂബറും കുറച്ച് റണ്ണേഴ്സും മാത്രമേ ഉള്ളൂ. ട്യൂബർ 200 രൂപയ്ക്കും റണ്ണർ 100 രൂപക്കുമാണ് കൊടുക്കുന്നത്. വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോ. അമേരിയ താമരയാണ്. ഇനി പെട്ടെന്ന് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണിത്. നട്ടാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇതിൽ ബഡ് വരും. ഇത് ബൗൾ താമരയായി നമുക്ക് നടാം. വലിയ പോട്ടിൽ നട്ടാലും ഇഷ്ടംപോലെ പൂക്കൾ കിട്ടും. ഇതിൻ്റെ കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ. അത് ഒരെണ്ണം 100 ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സെയിലിന് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു. ഇഷ്ടംപോലെ ആൾക്കാർ ചോദിച്ചു വന്ന ഒരു വെറൈറ്റിയാണിത്. ഇതിന് ഡിമാൻഡ് കൂടുതലാണ്. അടുത്ത വെറൈറ്റി അഖിലയാണ്. അഖില എല്ലാ കാലാവസ്ഥയിലും പൂക്കൾ തരുന്ന നല്ലൊരു വെറൈറ്റിയാണ്. എല്ലാവരും ചോദിച്ചു വരുന്ന ഒരു വെറൈറ്റിയാണ്. വെള്ള നിറത്തിൽ പിങ്ക് ഷെയ്ഡ് വരുന്നതാണ്. ഇതിൻ്റെ ട്യൂബേഴ്സ് 250-നും 200-ൻ്റെതുമാണ് ഉള്ളത്. അടുത്ത വെറൈറ്റി അഫെക്ഷൻ 16 ആണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ബൗൾ താമരയാണ് അഫെക്ഷൻ 16. ചുവന്ന നിറമാണ് ഇതിന്. ഇതിൻ്റെ ട്യൂബേഴ്സും വളരെ ചെറുതായിരിക്കും, എന്നാലും പിടിച്ചു കിട്ടും. ഇതിൻ്റെ ട്യൂബേഴ്സ് ഒരെണ്ണം വലുതും ബാക്കി ചെറുതുമാണ്. വലുത് 200-നും ചെറുത് 100-നുമാണ് കൊടുക്കുന്നത്. അടുത്ത താമര യെല്ലോ പിയോണിയാണ്. യെല്ലോ താമരകൾക്ക് കുറച്ച് വെറൈറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന താമരയാണ് യെല്ലോ പിയോണി. ഇതിൻ്റെ ട്യൂബേഴ്സിന് ഡിമാൻഡ് കൂടുതലാണ്. കുറച്ച് ട്യൂബേഴ്സ് മാത്രമേ എനിക്കുള്ളൂ. വലുത് 200-നും ചെറുത് 100-നുമാണ് കൊടുക്കുന്നത്. അടുത്തത് കർണ. ഏത് കാലാവസ്ഥയിലും നിറയെ പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് കർണ. വളരെ വലിയ പൂവാണ്. പിങ്ക് നിറമാണ്. ഉയർന്ന സ്റ്റാൻഡിംഗ് ലീഫോട് കൂടിയാണ് ബഡ് വരിക. ഇതിൻ്റെ ട്യൂബേഴ്സ് നമുക്ക് കാണാം. വലിയ ട്യൂബ് 220, ചെറുത് 200.